ഹായ്, ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പക്ഷേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഇടുന്ന വീഡിയോ ആണ് ഇത്. ഇന്നലെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് മിറാക്കിൾ ഗാർഡനിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ വിശേഷം ഇന്നലെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ, ആ ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്നലെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു, അവൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് മിറാക്കിൾ ഗാർഡനിൽ പോയത്. ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ. അപ്പം അവളും പറഞ്ഞു, എന്നാൽ എല്ലാവർക്കും കൂടെ അവിടെ എന്നാൽ പോകാം, അവൾക്ക് വന്നിട്ട് വൈകുന്നേരം തിരിച്ച് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഇന്നലത്തെ ആ വീഡിയോ ആണ് ഞാനിപ്പം ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ ടൈം കിട്ടിയ രാത്രിയില്ല വന്നത്. അപ്പം എല്ലാവരും കണ്ടു നോക്കൂ, എന്നിട്ട് ലൈക്ക് ചെയ്യണേ. വന്നപ്പോഴത്തേക്കിനും ചിപ്പി അനിയത്തി വന്നിട്ടുണ്ടേ, കണ്ടു നിൽക്കുന്നു. അയ്യോ, കുഞ്ഞമ്മയുടെ ഇപ്പോഴാണോ നീ വന്നോളൂടി? അയ്യോ, കുഞ്ഞമ്മയുടെ ചാടി അങ്ങ് പോയോ? മനു എന്തി? വണ്ടിയില് ഇരിക്കുവാണേ, കറ കയറിയ. മനു എന്തോ പർച്ചേസിങ്ങിന് എന്തിനോ അങ്ങോട്ട് ഇറങ്ങി. വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അഫ്സലും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. രണ്ടുപേരും കൂടെ ഭയങ്കര കളിയോ. വണ്ടി കയറി വണ്ടി എടുത്ത് ദുബായില് ടൂറിസ്റ്റുകൾ പോകുന്ന വണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ചുറ്റി കറങ്ങി കാണാൻ കൊണ്ട് പോകുന്നതാണേ. മാമാട്ടി എവിടെ പോവാ? ഉറക്കം രാവിലെ എണീച്ച് ഉറക്കത്തി എടുത്തോണ്ടോ ഒരു ഉഷാറില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പലിന്റെ മുട്ടായി തിന്നുവാണ്. ദുബായിലെ സ്ഥലങ്ങളൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ? മധുവായിട്ട് നല്ല കിട്ടുന്നു. അങ്ങനെ അഫ്സലിനെ കണ്ടു. ഇവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് അകത്ത് കയറാന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ട്, രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനെ കൊണ്ട് പോണേ. ഫുഡ് കഴിക്കാതിരിക്കുവാണ്. എന്തുവാണ് വേണ്ടത് മനുവിന്? പിന്നെ നോക്കട്ടെ, എനിക്ക് രാവിലെ പ്ലാൻ ചെയ്ത് വന്ന എന്നിട്ട് നോക്കട്ടെ. നിനക്ക് എന്താണ് വേണ്ടേ? ഒട്ടക ബിരിയാണിയോ? 3 പേര് മീൽസ് ആണ് പറഞ്ഞേ. ഞാനും ചിക്കൻ പൊതിച്ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുക. ഒഴിച്ചുകറി വന്നു, സാമ്പാർ. അപ്പൊ അതെന്തോ ഒഴിച്ചത്? ഫിഷ് സ്പെഷ്യൽ എന്തെങ്കിലും മനു എങ്ങനുണ്ട്? കഴിച്ചിട്ട് അഫ്സല് മീൻ കഴിക്കത്തില്ല. മീൻ വലിയ താല്പര്യം ഇല്ല. ഞങ്ങളുടെ പൊതി വന്നു, ഇലപ്പൊതി. ചിപ്പിയുടെ പൊതി തുറക്കും. മുട്ടയൊക്കെ ഉണ്ടോടി? അങ്ങനെ ഞങ്ങൾ മിറാക്കിൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. നല്ല ക്ലൈമറ്റ് അല്ല, തണുപ്പും ഒക്കെ, വലിയ ചൂടില്ലാത്തത് കൊണ്ട്. കണ്ടോ, ദുബായ് മിറാക്കിൾ ഗാർഡൻ. ഒഴിച്ചത്തെ entrance Miracle Garden.
കണ്ടല്ലോ. ടിക്കറ്റ് കൗണ്ടറാണേ, സെൽഫ് ടിക്കറ്റ് ബൂത്ത്. ഇങ്ങനെ 2-3 ഇതായിട്ടുണ്ട് കേട്ടോ. മമ്മാട്ടി ഉടനിങ്ങനെ ഇരിക്കുവാന്ന് എവിടാന്ന് അറിയത്തില്ലേ. മമ്മാട്ട ഇത് കണ്ട് മമ്മാട്ട ഇഷ്ടപ്പെട്ട മമ്മാട്ട. ചേട്ടൻ ടിക്കറ്റ് എടുക്കുവാണേ. ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ് കയറണ്ടേ. വെയിറ്റ് ചെയ്യണം നമ്മൾ. ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അകത്ത് കയറാം. വാവ്, സൂപ്പർ സൂപ്പർ. അവിടെ നിന്ന് എൻട്രി ചെയ്ത് ഇങ്ങനെ കയറി. സൂപ്പറല്ലേ. കുതിര ഇതെങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയല്ലേ? സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയല്ലേ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കണമെങ്കിലല്ലേ. എനിക്ക് ഭംഗിയുണ്ട്. ഞാൻ കുറച്ചു നേരം ഇതൊന്ന് ആസ്വദിക്കട്ടെ. ഇപ്പം വീഡിയോ കുറച്ച് കഴിഞ്ഞെടുക്കുക. ഇതൊന്നും കണ്ടിട്ടൊക്കെ നിങ്ങളെ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് കാണിക്കുക ഇവിടേക്ക് ഇങ്ങനെ. ഓക്കെ, ഞാനൊന്ന് ആസ്വദിച്ചിട്ട് ഏത് സാധനം കാണിക്കുക. നല്ല രസമില്ല. കണ്ടേ, സുണ്ടറിലാണോ മറ്റേ ഉള്ള ഇത്? ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നുമല്ല, എല്ലാം ഒറിജിനലാണ്. എക്സെപ്റ്റ് ഇത് വഴിയാ കേട്ടോ. നമ്മള് ഇവിടെ ഇങ്ങോട്ട് കയറിയുള്ളൂ. പാറ്റിക്കല്ലേ, ഒറിജിനലാണ്. അല്ല, നാട്ടിലുള്ളവർ വിചാരിക്കും ചുമ്മാ ഇത് പ്ലാസ്റ്റിക് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഇരിക്കാനൊക്കെ ഉള്ള പ്ലേസ് ഉണ്ട് കേട്ടോ, കാണലൊക്കെ ഉണ്ട്. റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. ഇതിനകത്തൂടെ കണ്ടോ മറ്റേ ഇതുപോലെ ഗോപുരം വീട് പടുത് വെച്ചേക്കുന്ന പൂക്കളുണ്ട്. ചിപ്പിയുടെ വീഡിയോ എടുക്കുവാന്ന്. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് ഇതിനകത്ത്. ചിപ്പി ചറപറ ഫോട്ടോ എടുക്കുവാണേ. ഫൗണ്ടെയിൻ ഉണ്ട് കണ്ടോ, വെള്ളം വീണോണ്ടിരിക്കുക. ഞങ്ങൾ ഓടി വരട്ടെ, സ്ലോ മോഷൻ എടുക്കാവോ? സൂര്യകാന്തി പൂക്കളാണ് നടന്നത് കണ്ടോ, അങ്ങോട്ടേക്ക് കണ്ടോ. സൂപ്പർ, എന്തോ ഭംഗിയാ കാണാൻ. അറിയില്ല, ഇന്ന് ക്ലോസ് ആക്കി വെച്ചേക്കും കണ്ടോ. മുമ്പേ കണ്ടില്ലേ, ആ ഒരു ഫ്ലവർ വില്ലയുടെ സൈഡാണേ. ഇന്ന് സ്റ്റെപ്പ് കയറി അതിനകത്ത് കയറുന്നത്, പക്ഷെ ക്ലോസ് ആണെന്ന് തോന്നുന്നു. മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീഡിയോ എടുക്കണോ അതോ ആസ്വദിക്കണോ, രണ്ടും കൂടി ചെയ്യണം. അപ്പം നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. നാട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഗാർഡനും ഇപ്പം ഇവിടെ എല്ലായിടത്തും എവിടെ വെച്ച് ഫോട്ടോ എടുക്കുമെന്നുള്ള കൺഫ്യൂഷൻ. അതുപോലെ എല്ലാ രസമല്ലേ ഇതിനകത്ത് നിന്ന് എടുക്കാനും. അതുകൊണ്ട് ഒരു മരം കണ്ടില്ലേ, മരം അല്ല, അതിലൊരു എനിക്ക് തോന്നുന്നു സിമെന്റിന്റെ സംഭവം. അതെല്ലാം ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ നല്ല ഭംഗിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. സ്വർഗം എന്നൊക്കെ പറയുന്നേ ആ ഒരു ഇത്. ഫ്ലൈറ്റിന്റെ മോഡലിൽ കണ്ടോ, MRI.
റെസ്റ്റാണ്. നല്ല വെയിലുണ്ടേ. വെയിൽ താഴത്ത് നല്ല വെയിലുള്ള കാരണം അമ്മട്ടാ ഓ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുവോ സെറ്റപ്പായിട്ട്. ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാണ്, കുറച്ച് വെയിലായത് കാരണം. വീഡിയോ എടുക്കാറായപ്പോ എല്ലാരും കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് ചിപ്പൊക്കത്തില്ലേടി. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഫുള്ള് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ചാർജ് തീരാറായി. എന്നാലും പറ്റുന്ന അത്ര എടുക്കാം കേട്ടോ. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ ചുറ്റിക്കറങ്ങും. സ്ലോ മോഷനിൽ എടുക്കാം, അത് പിന്നെ ആക്കാം അല്ലേ. കിട്ടിയോ? മാമാട്ടി എടുത്തോ. എല്ലായിടത്തും നല്ല ആളുണ്ടല്ലേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. ഞങ്ങളൊരു റീൽ എടുക്കാനൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അവിടുത്തെ അപ്പുറം വശം കാണാതിരിക്കുമെന്ന്. വെള്ളമോ? മുകളിൽ വന്നു. ചേടാ കൊളവായ വീഡിയോയ്ക്ക് കൊളാവോ? താഴോട്ട് നോക്കേ. ആനെ കണ്ടോ? അവിടെ മാമാട്ടി ആനെ കാണിച്ചു കൊടുക്കുക. കണ്ടോ ആനെ കണ്ടോ? എൻ്റെ മൈക്ക് ഇടയ്ക്ക് ഓഫായി പോയായിരുന്നേ. ഇപ്പം ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മൈക്ക് ഓഫായ കാര്യം അറിഞ്ഞത്. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ചെന്നിട്ട് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ താഴെ ഇറങ്ങി. മാമാട്ടിക്ക് ആനയെ കണ്ടപ്പോൾ ഭയങ്കര പേടി. അപ്പം ഡാഡി മാമാട്ടിയും കൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആനയെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ട് അവർ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാനേ. അപ്പം ഞാൻ കുറച്ച് നേരം അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തല്ല, നല്ലതായിട്ട് ടയർഡായി. കാരണം വെയിലൂടെ ഉള്ള കാരണമേ ഞങ്ങൾ ചിപ്പി ഇടയ്ക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വന്ന്, സാരിയൊക്കെ ഉടുത്തിട്ടാണ് വന്നത് കേട്ടോ. അത് കണ്ട് മാമാട്ടി ഓർത്ത് ഇതാരാ കുഞ്ഞമ്മ തന്നെയാണോ? ഡ്രസ്സ് മാറിയപ്പോൾ അവൾക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി, കുഞ്ഞമ്മയാണോ ഇല്ലയോ എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോയി. ഇതെന്തോ പിന്നെ പണ്ടത്തെ എന്തോ ഇതാണേ, എന്തോ യന്ത്രമാണ് ഇലക്ട്രോണിക്സിൻ്റെ. മറ്റേ വെള്ളം മേളിൽ നിന്ന് വീഴുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. ഞാനും മാമാട്ടിയും ചിപ്പിയും റീൽസ് എടുക്കുമായിരുന്നു, മജുവായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുമായിരുന്നേ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ട്, അപ്പോൾ അവിടെ പോയി ഞങ്ങൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമുണ്ട് കാണാനേ. കണ്ടോ വെള്ളം വീഴുന്ന കണ്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് പണ്ടത്തെ എന്തോ ഇതാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് അത് കാണാനൊക്കെ ഉണ്ടേ. അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. 4-5 മണിയൊക്കെ ആയി. കുറച്ച് നേരം ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ മുന്നോട്ട്. ചിപ്പി സാരി മാറണം, അതിനിടയ്ക്ക് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയായിരുന്നേ. ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഞങ്ങൾ. അടിച്ച് ഞങ്ങൾ അവിടെ മിറാക്കിൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് ചെയ്യുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഇവിടെ ദുബായ് വന്നു ഷവർമ കഴിക്കുകയാണ്. ആപ്സിലും ചിപ്പിയും കൂടെ ഒരു ചെറുകടി ഷവർമ അടിക്കുവാണ്. ചിപ്പി നിനക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ഇടി പെട്ടെന്ന് കഴിക്കേ. ബൂർജ്മാൻ മാളിൻ്റെ അകത്ത് ഔട്ട് വന്നു. അവിടെ നിന്ന് കറങ്ങാൻ ചിപ്പിയെ കയറ്റിവിട്ട് അവൾ പോയി. അവൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടേ. അപ്പോൾ അവളെ ബൂർജ്മാനിൽ നിന്ന് മെട്രോ കയറ്റി വിട്ടു. ഞങ്ങളിവിടെ മാളിലോട്ട് വന്നു. ചുമ്മാ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം.
പിന്നെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. പിന്നെ അവർ വന്നിട്ട് കരാമയിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ. ഇറങ്ങി കരാമയ്ക്ക് പോവാണ്. ഇവിടെ കുറച്ച് നേരം അവിടെ നടന്നു. പിന്നെ ഇപ്പോൾ കരാമയിലോട്ട് എല്ലാവരും വരും. അവിടോട്ട് പോവാം. Happy anniversary പറഞ്ഞു. happy anniversary. Happy anniversary. Happy 40th anniversary. അല്ല 40th ഗൈസ് ഇങ്ങോട്ട് നോക്ക്. നല്ല ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. കുറച്ച് അധികമായിപ്പോയി. നിങ്ങൾക്ക് തരാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കും. ചോക്ലേറ്റ് പിന്നെ ബിസ്ക്കറ്റോ മറ്റേ ഡ്രാഗൺ ചിക്കൻ ആദ്യം വന്നേ. കാണുന്നില്ല അവള്. എങ്ങനെയുണ്ട്? സൂപ്പർ. ചിക്കൻ ചട്ടിച്ചോറ്. പപ്പടമാണ് കഴിക്കുന്നത്. പപ്പടം സൂപ്പർ. എനിക്ക് പറഞ്ഞത് ഉള്ളി. പപ്പടം ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്ന്? ഐറ്റംസ് ചിക്കൻ ചില്ലിയാന്ന് തോന്നുന്നു, ഫ്രൈ, ചിക്കൻ കറിയുടെ പീസുണ്ട്, പയർ തോരൻ, മോര് കറി, പപ്പടം, അച്ചാർ. ചിക്കൻ നിങ്ങൾ എന്തോ പറഞ്ഞു? ഓ മുട്ട നമ്മൾ മാത്രം ഇട്ട് വെച്ചേരെ. ഞാൻ ഒരു ദിവസം പൊറോട്ടയാണോ? മനുവിന്റെ പൊറോട്ട വന്നിരിക്കുന്നത് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണേ. ഫുഡ് കഴിച്ച് ഞങ്ങൾ